വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബർത്തിമായി എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മർക്കോസ് 10-46 വാക്യം. അവൻ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഫിഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും എരിഹോവിൽ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ബർത്തിമായി എന്ന അന്ധൻ വഴിയരികിൽ ഫിഷ യാചിച്ചുകൊണ്ടിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ ഒരു വലിയ ഘോഷയാത്രയുടെ ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു. നസ്രയനായ യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം ഒരു വലിയ ജനക്കൂട്ടത്തോടൊപ്പം പോകുന്നു എന്ന് അവൻ മനസ്സിലാക്കി. പിന്നെ കിട്ടിയ അവസരം കൈവിടാൻ അയാൾ തയ്യാറായില്ല. അതുകൊണ്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന്. തന്റെ അന്ധതയിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ അദ്ദേഹം നിലവിളിച്ചു, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ. എന്നാൽ ഇയാളുടെ ബഹളം കേട്ട് പ്രകോപിതരായ ചിലർ ബഹളം വെക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു നിർത്തി. യേശു ഉടനെ നിന്നു അവയാളെ കൊണ്ടുവരാൻ പറഞ്ഞു. അതുകൊണ്ട് ചിലർ അവന്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് ബർത്തിമായെ വിളിച്ചു പറഞ്ഞു, ധൈര്യപ്പെട്ട് എഴുന്നേൽക്കൂ, യേശു നിന്നെ വിളിക്കുന്നു. ഉടനെ അവൻ തന്റെ പുതപ്പ് വലിച്ചെറിഞ്ഞു എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. യേശു അവനോട് പറഞ്ഞു, പോകൂ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന്. ഉടനെ അവൻ കാഴ്ച പ്രാപിക്കുകയും യേശുവിനെ അനുഗമിക്കുകയും ചെയ്തു. ഇത് മത്തായി സുവിശേഷം 10-46-52 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തു അത്ഭുതകരമാണ്. എല്ലാ ദിശകളിൽ നിന്നും ആളുകൾ അവൻ അടുക്കൽ വന്നു. കാരണം അവൻ പോകുന്നിടത്തെല്ലാം അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യനാണെന്ന് എബ്രായർ 13-8 വാക്യത്തിലും, ഞാൻ കർത്താവാണ്, ഞാൻ മാറുന്നില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് മലാക്കി 3-6 വാക്യത്തിലും കാണാൻ സാധിക്കുന്നു. അതെ, ഇന്നും അവൻ നിങ്ങൾക്കായും ഒരു വലിയ അത്ഭുതം ചെയ്യും. യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും പിന്നിൽ അവന്റെ സ്നേഹവും ദയയും കാരുണ്യവും അനുകമ്പയും നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ നാം യോഗ്യരാണോ അയോഗ്യരാണോ എന്ന് അവൻ പരിഗണിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യത്തിന്റെ സമ്പത്ത് കൊണ്ട് മാത്രമാണ് അവൻ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. എന്നിരുന്നാലും അവനിലേക്ക് നോക്കാനും അവനിൽ വിശ്വസിക്കാനും അവനെ വിളിക്കാനും കർത്താവ് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിശ്വാസവും ദൈവത്തിന്റെ കാരുണ്യവും ഒന്നിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നത് ഉറപ്പാണ്. തന്റെ ഭൗമിക ശുശ്രൂഷയുടെ നാളുകളിൽ യേശു തന്റെ ശക്തിയാൽ നിരവധി അത്ഭുതങ്ങൾ ചെയ്തെങ്കിലും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് അവൻ പലയിടത്തും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവമക്കളെ, വിശ്വാസം അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നു. നിങ്ങളുടെ വിശ്വാസം കർത്താവിൽ അർപ്പിക്കുകയും അവനിൽ മാത്രം ആശ്രയിക്കുകയും ചെയ്യുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 146-8-9 വാക്യങ്ങൾ. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു, യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 57, 58, 59 അധ്യായങ്ങൾ. വൈകുന്നേരം റോമർ 4 അധ്യായം. ആമേൻ.